ഹായ് ഫ്രണ്ട്സ്, ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ഈ കഴിഞ്ഞ LDC പരീക്ഷയുടെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയുടെ വന്നു. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, 344 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനേക്കാൾ പകുതി 50% പേരെ ഏകദേശം നിയമനം നടന്നതിനോട് അനുസൃതമായിട്ടുള്ള ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതായത് ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് നിരാശരാകേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ അടുത്ത ലിസ്റ്റ് എന്തായാലും ഇതിനേക്കാൾ കൂടാൻ സാധ്യതയില്ല. ഏകദേശം 50,000 പേരോളം കാസർഗോഡ് ജില്ലയിൽ നിന്ന് പരീക്ഷ എഴുതി. 100 ചോദ്യങ്ങളിൽ 6 ചോദ്യങ്ങൾ ഒഴിവാക്കിയപ്പോൾ 94 മാർക്ക് നിശ്ചയിച്ചു. 94-ൽ 60 മാർക്ക് നേടിയവർ അല്ലെങ്കിൽ അതിനു മുകളിൽ നേടിയവർ വെറും 344 പേര് മാത്രമാണെന്ന് ചിന്തിക്കുക. അപ്പോൾ ഗൗരവത്തോടെ പഠനം നടത്തുന്നവരുടെ എണ്ണം കുറവാണ്. നമുക്ക് നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു പങ്ക്തിയിൽ നമ്മൾ ഭരണം, ജനാധിപത്യം, ദുരന്ത നിവാരണം ഈ മേഖലയിലെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് 2ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൻ്റെ അതിന് മുന്നു പഠിച്ച ഭരണഘടനയുടെ, പൊതുജനാരോഗ്യത്തിൻ്റെ ഒക്കെ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറി കണ്ടു നോക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നം നമുക്കറിയാം, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും 2 ചൈനക്കാരെയോ തായ്ലൻഡുകാരെയോ പിടിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾ. ആധുനിക സമൂഹം നേരിടുന്ന മറ്റു പ്രശ്നങ്ങളാണ് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വയോജനങ്ങളുടെ അനാഥത്വം, സൈബർ കുറ്റകൃത്യങ്ങൾ, പാർപ്പിട പ്രശ്നം, കൗമാര കുറ്റകൃത്യങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ. തന്നിരിക്കുന്നതിൽ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം ജനക്ഷേമം ഉറപ്പാക്കുക, ജനകീയമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുക. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പൊതുഭരണം സഹായിക്കുന്നു. സാമ്പത്തിക വളർച്ച, സാമൂഹിക വികസനം, അടിസ്ഥാന സൗകര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സാങ്കേതികമായി മുന്നേറുന്ന രാജ്യങ്ങൾക്കിടയിൽ സ്വകാര്യ പങ്കാളിത്തം നിലനിർത്താനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനുമൊക്കെ പൊതുഭരണം ലക്ഷ്യമിടുന്നുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള സർവീസ് ഏത്? സ്റ്റേറ്റ് സർവീസും സെൻട്രൽ സർവീസും ഓൾ ഇന്ത്യ സർവീസും ഒക്കെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 312 വകുപ്പ് പ്രകാരം രൂപീകരിച്ച IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇവയാണ് പ്രധാന അഖിലേന്ത്യാ സർവീസുകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഉന്നത സിവിൽ ഉദ്യോഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നത് സിവിൽ സർവീസിൽ ഉൾപ്പെട്ടവരാണ്. സിവിൽ സർവീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSCയുടെ ആദ്യ രൂപം 1926 ഒക്ടോബർ 1 രൂപപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 മുതൽ 323 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് കേന്ദ്ര സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ PSCകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു UPSC, നിയമിക്കുന്നത് രാഷ്ട്രപതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഉന്നത സിവിൽ ഉദ്യോഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നത് ഈ സിവിൽ സർവീസിലെ അംഗങ്ങളാണ്.
അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് നമ്മുടെ PSC പോലുള്ള ഓരോ സംസ്ഥാനങ്ങളിലെയും PSCകളിലെ അംഗങ്ങളെ ഗവർണറാണ് നിയമിക്കുന്നത്. സമുദ്രത്തിനോട് സാമീപ്യമുള്ള രാജ്യങ്ങളുടെ നിശ്ചിത ദൂരം ആ രാജ്യങ്ങളുടെ അധികാരപരിധിയിൽപ്പെടുന്നു. അതായത് സമുദ്രത്തിനടുത്തുള്ള രാജ്യങ്ങൾ, അവയിലെ ഇത്ര സമുദ്ര ദൂരം ആ രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നറിയപ്പെടും. ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടർ പരിധി എത്ര ദൂരമാണ്? 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ സമുദ്രദൂരം ആ രാജ്യത്തിൻ്റെ അധികാര പരിധിയിൽ പെടുന്നതാണ്. ശ്രദ്ധിച്ചോളുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ 1982 കടൽ കൺവെൻഷൻ്റെ തീരുമാനപ്രകാരമാണ് സമുദ്ര അവകാശവാദത്തിൻ്റെ അനുവദനീയമായ വീതി 12 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 22 കിലോമീറ്ററായിട്ട് നീട്ടിയത്. പ്രാദേശിക കടലും എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലയും തമ്മിലുള്ള വ്യത്യാസം: ആദ്യത്തേത് ജലത്തിന്മേൽ പരമാധികാരം നൽകുന്നു, പ്രാദേശിക കടൽ നിയമം. രണ്ടാമത്തേത് കടലിൻ്റെ വികസനം, അടിസ്ഥാന സൗകര്യം കടലിൻ്റെ ഉപരിതലത്തിന് താഴെയുള്ള തീരപ്രദേശത്തിൻ്റെ അവകാശങ്ങളെ സൂചിപ്പിക്കുന്നു. ഭൂമിയുടെ ചുറ്റളവിനെ അടിസ്ഥാനമാക്കിയുള്ള ഏകകമാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1852 മീറ്റർ, അതായത് 1.8 കിലോമീറ്ററാണ് ഒരു നോട്ടിക്കൽ മൈൽ. അതുകൊണ്ടാണ് 12 നോട്ടിക്കൽ മൈൽ 12 × 1.85 = 22 കിലോമീറ്റർ. ഇത് രാജ്യാന്തര ഏകക വ്യവസ്ഥ പ്രകാരമുള്ള ഒരേകകമല്ലെങ്കിലും കപ്പിത്താന്മാരും വൈമാനികരും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഡിസ്റ്റൻസ് കിലോമീറ്റർ അല്ല, നോട്ടിക്കൽ മൈൽ. ഭൂകമ്പം ആരംഭിക്കുന്ന പോയിന്റിൻ്റെ പേര്, അത് നമ്മൾ വാർത്തകളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ഹൈപ്പോസെൻറ്ററിൻ്റെയോ ഫോക്കസിൻ്റെയോ മുകളിലാണ്. ഭൂകമ്പമോ ഭൂഗർഭ സ്ഫോടനമോ ഉണ്ടാകുന്ന സ്ഥലമാണിത്. ഭൂമിയുടെ 2 ബ്ലോക്കുകൾ പെട്ടെന്ന് മറ്റൊന്നിലേക്ക് തെന്നിമാറുന്നതാണ് ഭൂകമ്പം. ഭൂമി ചലിക്കുക. അവ തെന്നിമാറുന്ന ഉപരിതലത്തെ ഫാൾട്ട് അല്ലെങ്കിൽ ഫാൾട്ട് തലം എന്ന് വിളിക്കും. ഭൂകമ്പം ആരംഭിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള സ്ഥലത്തെ ഹൈപ്പോസെൻറ്റർ എന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ അതിന് മുകളിലുള്ള സ്ഥലത്തെ പ്രഭവ കേന്ദ്രം എന്നും വിളിക്കും. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്നതൊക്കെ ശരിയാണ്. രാഷ്ട്രത്തിൻ്റെ വിവേചനപരമായ ചുമതലകളുടെ പരിധി നിശ്ചയിക്കുന്നത് സാധ്യമല്ല. ഓരോ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോടു കൂടിയതുമായ ജനതയാണ് രാഷ്ട്രം. രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതലകൾ അതിർത്തി സംരക്ഷണം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ തുടങ്ങിയവയാണ്. രാഷ്ട്രത്തിൻ്റെ വിവേചനപരമായ ചുമതലയാണ് ഗതാഗത സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക, ആരോഗ്യ സംരക്ഷണം നൽകുക. കണക്റ്റിംഗ് പോയിൻറ്റ്സ്. ഇന്ത്യൻ ചിന്തകൻ കൗടില്യൻ നൽകിയ നിർവചനപ്രകാരം രാഷ്ട്രം, ആ സങ്കല്പത്തിന് 7 ഘടകങ്ങളുണ്ട്. സ്വാമിൻ, അമാത്യ, ജനപദ, ദുർഗ, കോശ, ദണ്ഡ, മിത്ര. അങ്ങനെ 7 സങ്കല്പങ്ങളുള്ള ഈ രാഷ്ട്രസങ്കല്പത്തെയാണ് സപ്താംഗ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. സപ്തം മീൻസ് 7. കൊണ്ടുവന്നത് ഇന്ത്യൻ ചിന്തകനായ കൗടില്യൻ.
സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കാനുള്ള ഉപാധിയാണ് രാഷ്ട്രം. ഗ്രീക്ക് കാലഘട്ടത്തിൽ രാഷ്ട്രം പോളിസ് എന്നറിയപ്പെട്ടു. അതാണ് പിന്നെ പൊളിറ്റിക്സ് ആയത്. റോമൻ കാലഘട്ടത്തിൽ സിവതസ്, റിപ്പബ്ലിക് എന്നീ പേരുകളിലാണ് രാഷ്ട്രം അറിയപ്പെട്ടത്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റിലും തടസ്സമില്ലാതെയും എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഒരു പ്രത്യേക ഭരണമേഖലയെക്കുറിച്ച് ഇതാര് പറഞ്ഞ വാക്കുകളാണ്? നമ്മുടെ പ്രശസ്തനായ രാഷ്ട്രപതി ഡോക്ടർ APJ. ഈ ഗവേണൻസ് എന്ന ആശയം മുൻനിർത്തിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഭരണ സംവിധാനമാണ് ഈ ഗവേണൻസ്. അദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിലെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് സംവിധാനത്തെ എത്രയായി തിരിക്കുന്നു? 3ആയിട്ട്. അഖിലേന്ത്യാ സർവീസാണ് ആദ്യത്തെ. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിനായി ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്ത് നിയമിതരാകുന്ന ഉന്നത ഉദ്യോഗസ്ഥർ. 2 കേന്ദ്ര സർവീസ്. യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ നിർവഹണം നടത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ വിഭാഗം. 3 സംസ്ഥാന സർവീസ്. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ വിഭാഗം. ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ, 20ാമത്തെ ചോദ്യം. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായത് ഏത്? നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പരിണാമ സിദ്ധാന്തം. ഓരോ സിദ്ധാന്തങ്ങളെക്കുറിച്ചും ദൈവദത്തം, പരിണാമം, സാമൂഹിക ഉടമ്പടി, ശക്തി സിദ്ധാന്തം, ഇത് 4ഉം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. രാഷ്ട്രം സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടതാണെന്ന് പ്രതിപാദിക്കുന്നതാണ് പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ചരിത്രസിദ്ധിയാണെന്ന് പറയുന്ന രാഷ്ട്രരൂപീകരണ സിദ്ധാന്തമാണിത്. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക്, അതായത് ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ ഒരു സമൂഹത്തെയാണ് രാഷ്ട്രം അഥവാ സ്റ്റേറ്റ് എന്ന് വിവക്ഷിക്കുന്നത്. രാഷ്ട്രമെന്ന പദം ആദ്യം ഉപയോഗിച്ചത് പാശ്ചാത്യ ചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ്. ആ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞു. സ്വതന്ത്രനായി പിറന്നു വീഴുന്ന മനുഷ്യൻ എല്ലായിടത്തും ചങ്ങലകളാൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് റൂസോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ LDC, LGS, അതുപോലെ ഇപ്പോൾ നടക്കാൻ പോകുന്ന 10th മെയിൻസ്, ഇപ്പോൾ നടന്നു കഴിഞ്ഞ 10th പ്രിലിംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, സെക്രട്ടേറിയറ്റ് OA തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 10th മെയിൻസ്, ഈ പരീക്ഷകളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ GK വിഷയങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ, അതുപോലെ തന്നെ സയൻസിലെ ചില പ്രത്യേക പാഠഭാഗങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഈ നമ്മുടെ കേരള PSCയുടെ ചോദ്യരീതി അനുസരിച്ച് SCERT പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പറിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ, അവയോടനുബന്ധപ്പെട്ട വസ്തുതകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി തൊഴിൽ വീതിയിൽ വരുന്ന സുജേഷ് പുറക്കാട് സാറിൻ്റെ പങ്ക്തി. അപ്പോൾ ഇത് പ്രയോജനമാകും എന്നുറപ്പുള്ളവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.